നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷെൽ കമ്പനികളുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ. വീണയ്ക്ക് കുരുക്കുമുറുകുമ്പോൾ പിണറായി മോദിക്ക് മുന്നിൽ പല ഡീലിനും വഴങ്ങേണ്ടി വരും. 73 കോടി രൂപ അറ്റാദായമുള്ള കമ്പനിക്ക് 135 കോടി രൂപ പലർക്കായി നൽകാൻ കഴിയില്ലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം. കമ്പനിയുടെ യഥാർത്ഥ വരുമാനം എത്രയെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഏതെല്ലാം ഷെൽ കമ്പനികളുടെ മറവിലാണ് കള്ളപ്പണം വെളുപ്പിച്ചതെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇതിനുള്ള ഫോറൻസിക് ഓഡിറ്റിംഗ് SFIO ഉടൻ ആരംഭിക്കും. ഇത് അതിനിർണായകമായി മാറും. വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരെയുള്ള കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം വഴി തുറക്കുക ED അന്വേഷണ സാധ്യതയിലേക്ക് കൂടിയാണ്. അതിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് കേന്ദ്രവും ലക്ഷ്യം വെക്കുന്നത്. വലിയ രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കണ്ടെത്തിയാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഫയൽ ചെയ്യുന്ന പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാകും ED കേസെടുക്കുക. ഇതിനൊപ്പം CBIയും വരും. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം എറണാകുളത്തെ ആദായ നികുതി വകുപ്പ് ആസ്ഥാനം സന്ദർശിച്ച് തെളിവുകൾ ശേഖരിച്ചിരുന്നു. CMRL കമ്പനി കാലാകാലങ്ങളായി സമർപ്പിക്കുന്ന ആദായ നികുതി രേഖകളാണ് പരിശോധിച്ചത്. ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസിലെ ഉദ്യോഗസ്ഥരാണ് SFIO സംഘത്തിലുള്ളത്. തെളിവ് ശേഖരണത്തിന്റെ രണ്ടാം ദിവസമായ കഴിഞ്ഞ ദിവസവും 6 ഉദ്യോഗസ്ഥരാണ് CMRLന്റെ ആലുവയിലെ ഓഫീസ് ആസ്ഥാനത്ത് പരിശോധന നടത്തിയത്. SFIO ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺ പ്രസാദിനാണ് അന്വേഷണ ചുമതല. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പുറമെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. കൂടാതെ ഇന്ന് തിരുവനന്തപുരത്തെ KSIDC ആസ്ഥാനത്തും അന്വേഷണം നടന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിലും തെളിവ് ശേഖരണം തുടരുമെന്നാണ് വിവരങ്ങൾ. രേഖകൾ പരിശോധിക്കുന്നതിനൊപ്പം ഉദ്യോഗസ്ഥരുടെ മൊഴികളും രേഖപ്പെടുത്തുന്നുണ്ട്. CMRL, KSIDC, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ IT സർവീസ് കമ്പനിയായ എക്സാലോജിക് എന്നിവയാണ് അന്വേഷണ പരിധിയിലുള്ളത്. ഈ 3 കൂട്ടരും ചേർന്ന് എന്തൊക്കെ തട്ടിപ്പുകളാണ് നടത്തിയതെന്നത് പുറത്തു വരേണ്ടത് തന്നെയാണ്. SFIO ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന മൊഴികൾക്ക് മജിസ്ട്രേറ്റ് മുൻപാകെ നൽകുന്ന മൊഴിയുടെ നിയമസാധുതയുണ്ട്. CMRLൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് നിർണായക തെളിവുകളാണെന്നാണ് വിവരങ്ങൾ. കരിമണൽ സംസ്കരണ കമ്പനിയായ CMRLന്റെ അറ്റാദായവും കമ്പനിയുടെ ആസ്തിയും തമ്മിൽ വലിയ അന്തരം കണ്ടെത്തിയിട്ടുണ്ട്. പ്രാഥമിക തെളിവെടുപ്പിലാണ് ഇത് വ്യക്തമായത്. CMRLും എക്സാലോജിക്കുമായുള്ള ഇടപാടുകളെ പറ്റിയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഈ 2 കമ്പനികൾ തമ്മിൽ അവിശുദ്ധമായ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. അതാണ് പുറത്തു വരേണ്ടത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ തന്റെ അച്ഛന്റെ പദവി ദുരുപയോഗം ചെയ്ത് പല നീക്കങ്ങളും നടത്തിയിട്ടുണ്ടെന്ന ആരോപണം പണ്ട് മുതൽക്കേ ഉള്ളതാണ്. എക്സാലോജിക്കിന്റെ വളർച്ചയിലും പിണറായി വിജയന്റെ പ്രിവിലേജ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. കരിമണൽ ഖനനത്തിനും സിന്തറ്റിക് റൂട്ടൈൽ നിർമ്മാണത്തിനും ഒത്താശ ലഭിക്കാൻ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും 135 കോടി നിയമവിരുദ്ധമായി കൈമാറിയെന്ന ആരോപണത്തിലാണ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. ഈ അന്വേഷണമാണ് തിരുവനന്തപുരത്തെ സർക്കാർ ഓഫീസിൽ വരെ എത്തി നിൽക്കുന്നത്. ഇത് മാസപ്പടിയുമായി ബന്ധപ്പെട്ട വലിയ രഹസ്യങ്ങൾ ചുരുളഴിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കേന്ദ്ര സർക്കാർ കൃത്യമായ അന്വേഷണവുമായിട്ടാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ വീണ അഴിക്കുള്ളിൽ കിടക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട. മുഖ്യമന്ത്രിയുടെ കസേര തെറിക്കുമെന്നതിലും സംശയം വേണ്ട. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന വെറും ഒരു ഗിമ്മിക്കാണിതെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം പിണറായി വിജയനെ വിരട്ടി കുറച്ച് സീറ്റ് ഒപ്പിക്കുക എന്നത് മാത്രമാണ് BJP സർക്കാർ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ വീണയെ മുന്നിൽ നിർത്തി അത് നടക്കുമെന്നതാണ് മറ്റൊരു വാദം. തൃശൂരും തിരുവനന്തപുരവും ഒക്കെ BJP ചോദിച്ചിട്ടുണ്ടെന്നും പിണറായി വിജയൻ അത് കൊടുക്കുമെന്നുമാണ് ചർച്ചകളൊക്കെ നടക്കുന്നത്. എന്തായാലും വീണയ്ക്ക് കുരുക്ക് മുറുകുന്നുണ്ട്. ഇനിയിപ്പോൾ വീണ അകത്തു പോയില്ലെങ്കിലും അല്ലെങ്കിൽ പിണറായി വിജയൻ രാജിവെച്ചില്ലെങ്കിലും പിണറായി വിജയന്റെ അറസ്റ്റ് ഉണ്ടായിട്ടില്ല എങ്കിലും പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. അതായത് സർക്കാരിനെതിരെയും CPMനെതിരെയും തായ്ക്കണ്ടിയിൽ കുടുംബത്തിനെതിരെയുമുള്ള വലിയ വാളാണ് അല്ലെങ്കിൽ വലിയ ഒരു ആയുധമാണ് BJP കയ്യിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു നീക്കത്തിലേക്ക് BJP കടക്കുമോ അതോ പേടിപ്പിച്ച് കാര്യങ്ങൾ സാധിക്കുക എന്നത് മാത്രമാണോ ലക്ഷ്യം വെക്കുന്നതെന്നും അറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മുഖ്യമന്ത്രിക്കും മകൾക്കും അവരുടെ മുഖഛായ നഷ്ടപ്പെട്ടു എന്നത് വലിയൊരു സത്യം തന്നെയാണ്.